ചേർത്തലയിലെ പള്ളിപ്പുറത്ത് നിന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി സെബാസ്റ്റിനെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചു. വീടിരിക്കുന്ന പുരയിടത്തിലെ സംശയമുള്ള സ്ഥലങ്ങൾ കുഴിച്ചും കുളം വറ്റിച്ചുമൊക്കെ അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇതിനായി മണ്ണുമാന്തി യന്ത്രവും നേരത്തെ തന്നെ എത്തിച്ചിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തുണ്ട്. 3 തിരോധാന കേസുകളാണ് പ്രതി സെബാസ്റ്റ്യൻ സംശയ നിഴലിൽ ഉള്ളത്. വിവരങ്ങളുമായി രഘുനാഥ് നാരായണനും ഷിനോജ് എസ്റ്റിയും ചേരുന്നുണ്ട്. രഘുവിലേക്ക് ആദ്യം. രഘു, നേരത്തെ തന്നെ പരിശോധനകൾ ആരംഭിച്ചു. ഏതെങ്കിലും വിധത്തിൽ ഒരു തുമ്പ് കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. അതിനിടയിലാണ് രക്തക്കറ എന്ന ഒരു സൂചന. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സെബാസ്റ്റിനെ വീട്ടിലെത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടത്. രഘു ചേരുന്നുണ്ട്. രഘു, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വീട്ടിനുള്ളിൽ രക്തക്കറ എന്ന ഒരു സൂചന കൂടി കിട്ടിയിട്ടുണ്ടല്ലോ. പോലീസിനൊരു നിർണായകമായ ഒരു തുമ്പ് എന്ന് കണക്കാക്കാമോ? ആദ്യഘട്ടത്തിലാണ് പോലീസിന് വീട്ടിനുള്ളിൽ നിന്ന് രക്തക്കറയും ഒപ്പം തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ വീടിൻ്റെ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. ഇതിൻ്റെ DNA പരിശോധനാ ഫലം ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ സെബാസ്റ്റിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 വ്യത്യസ്ത സംഘങ്ങൾ അത് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഈ കേസിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് DNA ആണെന്ന് പറയാൻ കാരണം 3 പേര്. ഒന്ന് ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ഐഷ, മറ്റ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മ. ഈ 3 പേരുടെയും ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ മറ്റും ശേഖരിച്ചിട്ടുണ്ട്. അതുമായിട്ട് ക്രോസ് മാച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആരുടെയാണ് മൃതദേഹമെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇതിന് ഏറ്റവും കുറഞ്ഞത് 3 ആഴ്ചയെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാകുന്നു. കാരണം ഈ സെബാസ്റ്റ്യൻ കൊടും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ദൃശ്യം സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോലീസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് തിരക്കിയെത്തിയാൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെളിവുകളായിരിക്കുമോ ഇയാൾ കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ മാധ്യമപ്രവർത്തകരെ ഒന്നും ആ ദൃശ്യങ്ങൾ പകർത്താൻ, സാധാരണ നിലയിൽ ഇത്തരം പരിശോധനകളൊക്കെ നടത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ അടുത്തായിട്ട് മാധ്യമപ്രവർത്തകരെ നിർത്താറ് പതിവുണ്ട്. പക്ഷേ ഈ കേസിൽ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ എടുക്കുന്നത് വളരെ ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ ആണ്. അത് അവർ പറയുന്നൊരു ന്യായീകരണം എന്ന് പറയുന്നത് വിശാലമായ 2 ഏക്കറിലധികം വരുന്ന പറമ്പാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എവിടെയൊക്കെ ആയിരിക്കും മൃതദേഹമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കുഴിച്ചിട്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ദൂരേക്ക് മാധ്യമപ്രവർത്തകരെ മാറ്റുന്നത് എന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സെബാസ്റ്റ്യന്റെ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഭൂമിയിലെ കാട് പുല്ല് വെട്ടി യന്ത്രം ഉപയോഗിച്ച് നീക്കുകയാണ്. SP ഷൗക്കത്ത് അലി, കോട്ടയത്ത് ക്രൈംബ്രാഞ്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹം മറവ് ചെയ്തിരുന്ന സ്ഥലത്തിന് ഏകദേശം, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ശരി. രഘു, ഷിനോജ് എസ് കൂടി ചേർന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ രഘു സൂചിപ്പിച്ച പോലെ ആ DNA പരിശോധനാ ഫലമാണ് ഏറ്റവും കാത്തിരിക്കുന്നത്. അത് വളരെ നിർണായകമാകും, പക്ഷേ ദിവസങ്ങൾ എടുക്കും. ഈ മറ്റ് കേസുകളുടെ വിവരങ്ങൾ തേടുന്ന നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? അതിനെക്കുറിച്ച് പോലീസിന് സംശയാസ്പദമായ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ പരിശോധനകളിൽ? ദിവിഷ, ഈ കേസിലെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് അതായത് ഈ കേസിന് പിന്നാലെ പോയതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ബിന്ദു പത്മനാഭൻ 2006 തിരോധാനം കാണാതാകുന്നു. അതിനുശേഷം 2015-16 കാലയളവിലാണ് സഹോദരൻ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതായത് 10 വർഷം അതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2024 ഡിസംബർ 23 ജൈനമ്മയെ കാണാതാകുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം സഹോദരൻ സാവിയോ ഇത്തരത്തിൽ ലോക്കൽ പോലീസിൽ പരാതി നൽകുന്നു. ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് അവർ കോടതിയെ സമീപിക്കുന്നു. കോടതിയാണ് ഇത്തരത്തിൽ ഈ കേസ് ആദ്യം ക്രൈംബ്രാഞ്ചിലേക്ക് ഏൽപ്പിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത്. ക്രൈംബ്രാഞ്ച് ഇതിന് പിന്നാലെ പോയി. ഒപ്പം ഈ അന്നത്തെ സംഭവമല്ല, പ്രധാനമായും ഈ വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുള്ള, അതായത് ആ കാലപ്പഴക്കം ജൈനമ്മയുടെ കേസിൽ ബാധകമല്ല. കാരണം ഒരു 5-6 മാസങ്ങൾ മാത്രമേ അതുമായി കഴിഞ്ഞിട്ട് ആകുന്നുള്ളൂ. സ്വാഭാവികമായും തെളിവുകളൊക്കെ തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള തെളിവുകൾ, പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും നിർണായകമായത്. ഒപ്പം ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനാണ്. കാരണം ഈ കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 2024 ഡിസംബർ 23 ശേഷം ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ പലതവണ ഓണായിരുന്നു. ആ ഓണാകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ഓണായിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇതിലേക്ക് എത്തിച്ചത്. എന്തായാലും അതിന് പിന്നാലെയാണ് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് അരിച്ചു പിറക്കിയുള്ള പരിശോധനയിലാണ് പോലീസ്.